ഹായ് ഓൾ, ഞാനിപ്പോൾ വന്നേക്കുന്നത് ഒരു കാര്യം പറയാനായിട്ടാണ്. ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയാമല്ലോ, ഞാൻ സെക്കൻഡ് മാരേജാണ്. അപ്പോൾ ഫസ്റ്റ് മാരേജ് നടന്നതിന് ശേഷമുള്ളൊരു ഫോട്ടോയും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ളൊരു ഫോട്ടോയും കൂടെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഞാൻ അതിനകത്ത് എൻ്റെ ഫസ്റ്റത്തെ ലൈഫിലെ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അവരുടെ ഫാമിലിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ലൈഫിൽ എന്താ നടന്നതെന്ന് പറഞ്ഞിട്ടില്ല, പുള്ളി ഇപ്പോൾ എവിടെയാണെന്നും എന്താണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒന്നും ഞാനതിൽ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം. പക്ഷേ ചിലരെന്ത് ചെയ്തു, ആ പുള്ളീനെയും പുള്ളിയുടെ ഫാമിലീനെയും അറിയാവുന്നവർ ഈ വീഡിയോ എടുത്തിട്ട് അവർക്ക് ഷെയർ ചെയ്തിട്ട് ചോദിക്കുകയാണ്, ആ കുട്ടി ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ വീട്ടിൽ ഉള്ള ആൾ മോശക്കാരനായിട്ടാണോ ആ കുട്ടി വേറെ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഉടനെ അവർക്ക് ഷെയർ ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള സംസാരമാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കും ഇപ്പോൾ എന്നോട് വന്നിട്ട് പറയാൻ പറ്റത്തില്ല എന്തിനാണ് ആ ഫോട്ടോ ഇട്ടത് എന്ന്. പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും? ഞാൻ ആളെക്കുറിച്ച് എന്തെങ്കിലും കുറ്റപ്പെടുത്തിയിടുകയോ അല്ലെങ്കിൽ ആളുടെ ഫാമിലിയെക്കുറിച്ചോ ആരെങ്കിലും ആളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്ന പ്രശ്നമില്ല. ഇത് ഞാൻ ആരെക്കുറിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ ആരെക്കുറിച്ച് അതിൽ മോശമായിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈവൻ പുള്ളി ഡിവോഴ്സ്ഡ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് പോലും ഞാനതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഞാനിടുന്നത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ അവരെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടാണ് പറഞ്ഞെങ്കിൽ ഓക്കെ, പറയാം. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ മോശക്കാരനാക്കിയിട്ട് ഞാൻ എൻ്റെ ഏത് വീഡിയോസും എടുത്ത് നോക്കിയാൽ മതി, ഒരു വീഡിയോസിൽ പോലും ഞാൻ ആരെക്കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പോലും ഇട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ അയച്ചു കൊടുക്കുന്നവരുടെ അടുത്താണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം വിചാരിക്കുക, ഞാനാണ് ആ വീഡിയോ ഇട്ടത്. ഒരു ഫോട്ടോയിൽ ഓർക്കണം, ഫേസ് പോലും കാണിക്കാതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം വേണ്ട, ഫേസ് കാണിച്ചിട്ടുണ്ട്, എനിക്ക് ഇടണോ തോന്നി ഞാൻ ഇട്ടു. ആർക്കെങ്കിലും വന്നിട്ട് പറയാൻ പറ്റുമോ എന്തിനാണ് ഇട്ടത്, ആ ലൈഫ് കഴിഞ്ഞു ഇപ്പോൾ അടുത്ത ലൈഫ് വന്നിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ പോലും എനിക്ക് ആ ഫസ്റ്റ് മാരേജിൽ ഒരു കുഞ്ഞുണ്ട്. അപ്പം നമുക്കത് മൊത്തത്തിൽ തുടച്ചു മാറ്റാൻ പറ്റത്തില്ല. നമുക്കൊരു ലൈഫ് ഉണ്ടായി, അത് ഇങ്ങനെ ആയി, നമ്മൾ വേറൊരു ലൈഫിലോട്ട് പോയി എന്നും പറഞ്ഞിട്ട് നമ്മുടെ കൂടെ നിന്ന ആൾ, ഫസ്റ്റ് ലൈഫിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ മോശക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ വേറൊരു ലൈഫ് ഇട്ട്, അങ്ങനെയൊന്നും അർത്ഥമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് സോഷ്യൽ മീഡിയ വഴി അത് ഷെയർ ചെയ്യും. എനിക്കതിനോട് താല്പര്യമില്ല. ഞാൻ ജസ്റ്റ് ഫേസ് കാണിക്കാതെ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു വീഡിയോ ഇട്ടു, അത് ഇത്ര വലിയ ഇതാക്കിയിട്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് അത് ആരാണെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഷെയർ ചെയ്ത് കൊടുക്കുമോ കാണിക്കുമോ അതല്ല ഞാൻ പറയാൻ വന്നത്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ദയവ് ചെയ്തൊരു കാര്യം വിചാരിക്കുക, നിങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് പറയുന്നത്, ഇപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് ചോദിക്കൂ എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ളത്. ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരാൾ പോലും എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ ചേച്ചി എന്താണ് പറ്റിയത്, ഫസ്റ്റ് ലൈഫിൽ എന്താ പറ്റും ഒന്നുമില്ല. നിങ്ങൾ കമൻസ് എടുത്ത് നോക്കിയാൽ പോലും അറിയാം, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, വിഷമിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ സെക്കൻഡ് മാരേജ് ആണെന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ പറയുന്നൊരു വാക്കാണ്. അല്ലെങ്കിൽ ആ കമൻസിൽ പോലും ആരും വന്നിട്ട് അയ്യോ എന്ത് പറ്റിയതാണ്, ഫസ്റ്റത്തെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് ഒന്നും വന്ന് ചോദിച്ചിട്ടുമില്ല, ഞാനത് ആരടുത്തും പറഞ്ഞിട്ടുമില്ല. അതിനോട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ ഇടുന്നത് അത് എൻ്റെ ഇഷ്ടമാണ്. നിങ്ങളുടെ കമൻസ് ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ ഇടുന്ന വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ എന്തിടണം എന്നുള്ളത് അത് എൻ്റെ ഇഷ്ടമാണ്. അത് ആര് പറഞ്ഞാലും ഇപ്പം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പം നാളൊരു സമയത്ത് എൻ്റെ മോള് വളർന്ന് ഒരു പ്രായം എത്തുമ്പോൾ ചിലപ്പോൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്തിടും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ അയ്യോ മോളെ ഇത് ഫസ്റ്റ് ലൈഫാണ്, നമ്മളിനി അതിനെക്കുറിച്ച് തിരിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും നീ ഇടരുതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവളുടെ ലൈഫിൽ അവളുടെ ഫാദർ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ എത്ര കാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. അത്രയും കാലത്തോളം അവളുടെ അച്ഛൻ എന്നുള്ള നിലയിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. നമ്മൾ ആളെക്കുറിച്ച് എന്തെങ്കിലും കുറ്റമോ കുറവോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഫാമിലിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഫീസ് പോലും ഇല്ലാതെ ജസ്റ്റ് ഒരു ഫോട്ടോ വെച്ചിട്ട് വീഡിയോ എടുത്തിടുമ്പോഴത്തേക്കിനും ഇത് ഷെയർ ചെയ്ത് അവരുടെ അറിയാവുന്ന കുറച്ച് പേരെടുത്ത് പോയിട്ട് അയ്യോ എന്താ പറ്റിയത്, ഇത്രയ്ക്ക് ഇതാവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു 7 വർഷം മുന്നേ നടന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുമോ കാണാതിരിക്കുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്താ പറ്റിയത് എന്നൊന്നും അവരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഞാനാണ് ആളുടെ കൂടെ ജീവിച്ചത്, അപ്പം എന്താണ് പറ്റിയെന്ന് എന്നോട് മാന്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാന്യമായിട്ടുള്ള ആൻസർ പറയും. ചിലപ്പം എനിക്ക് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്തും, എന്താണ് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിർത്തും. അതല്ലാതെ അയ്യോ അതെങ്ങനെയാണ്, അതൊന്നും കൂടെ ഒന്ന് പറയാമോ, അതിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റുന്ന വരത്തില്ല. അത് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കത് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാനിടുന്ന വീഡിയോസ് കണ്ടിട്ട് എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നോട് സംസാരിക്കുക. അല്ലാതെ അവരെടുത്ത് ഞാനിടുന്ന വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കുക, അത്രേ ഉള്ളൂ. ഫേസ് പോലും, ആളുടെ ഫേസ് പോലും മറച്ചു വെച്ചിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെയാണ് ഇത്രയും ഇതെങ്കിലും. ഇപ്പം ഞാൻ ഫേസ് കാണിച്ചിട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാം ഓക്കെ, 7 വർഷം മുന്നേ നടന്നൊരു കാര്യമാണ്. അതിൽ ആളുടെ ഫേസ് കാണുന്നില്ല. എൻ്റെയും കുഞ്ഞ് മോൾ അന്നേരം ചെറുതായിരുന്നു, ഞങ്ങളുടെ 3 പേരും കൂടെ. അപ്പോൾ എൻ്റെ ഫേസും കുഞ്ഞിൻ്റെ ഫേസും മാത്രമേ കാണുന്നുള്ളൂ. അത് വെച്ച് കണ്ടിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തുള്ളതാണ്, അവിടെ ഉള്ളതാണ്, നമുക്കറിയാവുന്നതാണ്, അപ്പോൾ അവിടെ അറിയാവുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. എന്തിനാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടത് ഞാനാണ്, എന്നോട് ചോദിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ വിഷമം ഉണ്ടാവും, ഉറപ്പായിട്ട് വിഷമം ഉണ്ടാവും. അവർ ഇട്ട വീഡിയോ ഇല്ല, അവരിട്ട ഒരു ഫോട്ടോ ഇല്ല, ഞാനാണ് ഫോട്ടോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിലേ ഞാൻ പറയത്തുള്ളൂ, പറയാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ പറയത്തില്ല. ചിലപ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ ആൻസർ പറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ അയച്ചു കൊടുത്ത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളങ്ങ് ചെയ്തോളൂ. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാനിടുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഒരിക്കലും ഇടാൻ പാടില്ല. വേറൊരു ലൈഫിലോട്ട് വന്നു, അതേപോലെ എൻ്റെ മോളതൊന്നും ഇടാൻ പാടില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തോന്നണം, ഞങ്ങൾ ചിലപ്പോൾ ഫോട്ടോ ഇടും, വീഡിയോ, ചിലപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ആളുടെയും കൂടെ ഫോട്ടോസോ വീഡിയോസോ അതൊക്കെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാനിടും. അതിലെനിക്ക് ആരുടെയും പെർമിഷൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പോയി ഞാനിടുന്ന ഇത് കണ്ടിട്ട് മറ്റുള്ളവർ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമല്ല. നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾ വിചാരിക്കും ഞാൻ അയ്യോ ഇനി അങ്ങനെ ഇടത്തില്ല, എനിക്കൊരു പേടിയുണ്ടാവും. ഒന്നുമില്ല, ഞാൻ ഇനിയും ഇടും. എൻ്റെ മോക്കൊരു അക്കൗണ്ട് ഉണ്ട്, അതിലും ഞാൻ ഇടും. ഞാൻ ആരും മോശക്കാരായിട്ട് ഇട്ടിട്ടില്ല. ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ ഇവിടെ ഇട്ടേക്കാം, ഞാൻ ഇട്ട വീഡിയോ. അത് കണ്ടിട്ട് നിങ്ങൾ പറയും ഞാൻ അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഞാൻ ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ. ആകെ ഞാൻ ആ വീഡിയോയിൽ എഴുതിയിരിക്കുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. കാരണം നമ്മളത്രയും ഇതായിട്ട് നിന്ന ഒരു ലൈഫാണ്. മനസ്സിലായില്ലേ? എനിക്ക് വേണ്ടാത്ത ലൈഫാണെങ്കിൽ എനിക്ക് അങ്ങനെ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു ലൈഫാണ്. അതിൽ നിന്ന് അത് നമുക്ക് അങ്ങനെയുള്ളൊരു ലൈഫ് പോകുമ്പോൾ നമുക്കത് ഓർക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിക്കും ഒരു കുഞ്ഞുണ്ടാകും, നിങ്ങളത് ഓർക്കുക. ഒരു കുഞ്ഞുണ്ട്, അപ്പോൾ ആ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ആ ഒരു മൊമെൻറ്റ്സോ അല്ലെങ്കിൽ ആ ഒരു ദിവസം അതൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ മാനസികമായിട്ട് നമുക്ക് വിഷമം വരുമോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എന്നെ ക്രൂരമായിട്ട് എന്തോ ചെയ്തു, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒന്നും ഞാൻ അതിനകത്ത് പറയുന്നില്ല. ആ ഒരു വിഷമം അത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് ഇട്ടിരുന്നത്. അത് കണ്ടിട്ടാണ് പോയി ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ അടുത്ത് പോയി അവരെ ശല്യം ചെയ്യുന്നതെങ്കിൽ അവരുമായിട്ട് ഇതായിട്ട് ഒരു ബന്ധവും. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ, ഞാനൊരു ഫോട്ടോ എടുത്തിടും. ചിലപ്പം കുഞ്ഞിനെ എടുത്തിട്ടുള്ള വീഡിയോസ് ഫോട്ടോ ഒരുപാടുണ്ടാവും. ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ഫോട്ടോസ് വീഡിയോസ് എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. എനിക്കിടാൻ തോന്നിയാൽ ഞാനിടും, ഇടണ്ടാന്ന് തോന്നിയാൽ ഞാൻ ഇടത്തില്ല. അതിന് മറ്റുള്ളവരടുത്ത് പോയി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇത് അറിഞ്ഞത് ഇന്നലെയാണ്. പക്ഷെ എനിക്ക് ഇന്നലെ നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഇതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എനിക്കങ്ങോട്ട് നമ്മൾ അറിയാത്തൊരു കാര്യം, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ അവരുടെ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചിട്ട് നാണം കെടുത്തിയിട്ടോ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടുന്നത്. ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ഇത് കാണുക. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിലും ഞാനിട്ട വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവർക്ക് പോയിട്ട് അതെന്താ പറ്റിയത് അങ്ങനെയാണെന്ന് ചോദിക്കുക. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ പറയാമല്ലോ എന്ത് പറ്റിയതാണെന്ന്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഞാൻ പറയത്തില്ല, താല്പര്യം ഞാൻ പറയത്തില്ല. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്തും. എനിക്ക് ചിലപ്പോൾ എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഓൺ വോയിസ് വന്നിട്ട് ഇടാം. എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ ആകെ ഇങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മാരേജിൽ മക്കളുള്ള എത്രയോ പേരുണ്ടാവും ഇല്ലേ? അപ്പം എല്ലാവർക്കും ആ ഒരു മനസ്സ് വേണമെന്നില്ല. അതായത് ആ ഫസ്റ്റ് മാരേജിൽ ഒരു കുഞ്ഞുണ്ട്, സെക്കൻഡ് മാരേജ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു മോളുണ്ടെന്ന് പറഞ്ഞിട്ടുമാണ് എന്നെ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ എത്രയോ ഫാമിലികളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള മക്കളുകളുണ്ടെങ്കിൽ ഒരിക്കലും ഒരമ്മേൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഒരച്ഛൻ്റെ കൂടെ നിൽക്കുന്നതാണെങ്കിലും അച്ഛൻ്റെ ലൈഫിൽ വേറൊരാൾ വരുമ്പോഴത്തേക്കും അവരെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല, കുഞ്ഞിനെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല, കുഞ്ഞിനെ ആരെങ്കിലും ഏൽപ്പിക്കുക, അങ്ങനെയൊക്കെ മൈൻഡുള്ളവർ എത്രയോ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കുക, ഇങ്ങനെ വ്യക്തികളുണ്ട്. ഒരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് സ്വന്തം കുഞ്ഞാവുമ്പോൾ പോലും അതിനോടൊരു ഇത് കാണിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ഉദ്ദേശം, അത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് മറ്റുള്ളവരത് ചെയ്യുക. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ലൈഫ്
പോവാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസോ ഈ ഫോട്ടോ എടുത്തിരുന്നത്. അല്ലാതെ എൻ്റെ ഫസ്റ്റത്തെ ലൈഫിൽ നടന്നതും ഇപ്പോൾ സെക്കൻഡ് ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊന്നും വെച്ചിട്ടല്ല. ഇത് പിന്നെ എൻ്റെ ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോൾ ഫസ്റ്റത്തെ ലൈഫിലെ കാര്യങ്ങളൊന്നും എടുത്തിട്ട് ഞാൻ പറയാൻ വന്നിട്ടില്ലല്ലോ. ഒരു വീഡിയോസിൽ പോലും ഞാൻ പറയാൻ വന്നിട്ടില്ല. ചിലപ്പോൾ ഇനി അങ്ങോട്ട് ഞാനിപ്പോൾ എൻ്റെ സെക്കൻഡ് ലൈഫിൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അത് എൻ്റെ ഇഷ്ടമാണ്. എനിക്കത് പറയണം തോന്നി ഞാനത് പറയും. എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കി. എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഇടുന്നതിന് നിങ്ങൾ മറ്റൊരാളെ പോയിട്ട് അവരുടെ അടുത്ത് ചോദിക്കാൻ നിൽക്കരുത്. അവർക്ക് എന്തുമാത്രം, അവർക്ക് എത്രത്തോളം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളങ്ങനെ ചോദിക്കും എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വീഡിയോസോ ഫോട്ടോസോ ഇടാതിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് അതും പറ്റൂല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇനി ഇതിനെ ചൊല്ലി ഞാനിതൊരു ഇതായിട്ടല്ല, എനിക്ക് ശരിക്കും മനസ്സിലൊരു വിഷമം ഉണ്ടായിട്ട് തന്നെയാണ് ഞാനിതിപ്പോൾ ഇത്രയും വന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നോക്കിയിരിക്കും ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുക, ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അഭിപ്രായം ചോദിക്കുക. അതിപ്പോൾ ഞാൻ ഇതിലെന്ത് പറയാനാണ്? ഞാൻ ആരെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒന്നുമില്ല. പിന്നെയും വീണ്ടും വീണ്ടും നിങ്ങളെ പേടിച്ചിട്ട് എനിക്കിപ്പം വീഡിയോ ഇടണ്ടായോ? എൻ്റെ അക്കൗണ്ട് എൻ്റെ ഇഷ്ടം, ഞാനിടും. അതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയും, എനിക്ക് പറയണ്ടെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറയത്തില്ല. അതിലിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? മറ്റുള്ളവരുടെ അടുത്ത് എന്തിനാണ് അത് പോയി അഭിപ്രായം ചോദിക്കുകയും എന്ത് പറ്റിയതാണ് എങ്ങനെ പറ്റും? അതിൻ്റെ ആവശ്യം എന്താണ്? 7 വർഷം മുന്നേ നടന്നൊരു കാര്യമാണ്. അതിലിപ്പോൾ പോയി മറ്റുള്ളവരുടെ പോയി ചോദിക്കാൻ ആ സമയത്ത് ചോദിക്കാനില്ലാത്തവരാണോ ഈ സമയത്ത് ചോദിക്കുന്നത്? ദയവ് ചെയ്ത് ഞാനിതിന് വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ചോദിക്കുക, കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ചോദിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങളങ്ങ് ചോദിക്കുക. നിങ്ങൾ എത്ര ദിവസം ചോദിക്കും? അതുകൊണ്ട് ഇത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇത് പറയണ്ടെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് പറ്റിയില്ല. നമ്മളായിട്ട് മനഃപൂർവ്വം ഞാൻ ആരെയും ഇതാക്കി ഇട്ടതോ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. വിഷമം അതെല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഞാൻ സെക്കൻഡ് മാരേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ ലൈഫ് അത് നീ മറന്നേ പറ്റൂ, അല്ലെങ്കിൽ നിൻ്റെ മോളിനി അത് മറന്നേ പറ്റൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മോൾ എത്ര കാലം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ എത്ര കാലം ഉണ്ടാവും, നമുക്കുണ്ടായിരുന്നൊരു ലൈഫ് എന്ന് പറയുന്നത് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മരണം വരെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അപ്പം അത് എന്തെങ്കിലും മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ ഇട്ടോ വീഡിയോ ഇട്ടോ നമ്മൾ ഇട്ടും. അതിൽ ഫേസ് കാണിക്കാതിട്ടൊരു വീഡിയോയ്ക്കാണ് ഇത്രയും. അപ്പോൾ ഫേസ് കാണിച്ചിട്ടൊരു ഇതാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ആ വ്യക്തി എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, എനിക്ക് ആദ്യത്തെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു, ഒന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം ഇങ്ങനെ നടന്നിട്ടുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട്, ആൾ മോശക്കാരനായിട്ടാണോ അങ്ങനെ ആ കുട്ടി വേറെ കല്യാണം കഴിച്ചു? എന്താണ് മോശക്കാരായതുകൊണ്ട് മാത്രമാണോ മറ്റുള്ള ഒരാളിപ്പം ഒരാളുടെ കൂടെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല? അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളോ കാര്യങ്ങളോ നമുക്കത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് നിയമപരമായിട്ട് ഡിവോഴ്സൊക്കെ ആവുന്നുണ്ട്. അവർക്കൊന്നും ഇല്ലാത്തൊരു ഇതെന്താണ്? എനിക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ പോയി മറ്റുള്ളവർക്ക് ചോദിക്കേണ്ട കാര്യം എന്താണ്? എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമില്ലേ? കാണണ്ട. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, സംശയങ്ങളുണ്ടോ? എന്നോട് ചോദിക്കൂ. നിങ്ങൾ എന്തിനാണ് അവരുടെ ഫാമിലിയിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്? അവരറിയാവുന്നവരുടെ അടുത്തൊക്കെ ചോദിക്കാൻ പോകുന്നതിൻ്റെ കാര്യം എന്താണ്?